എന്നും ഈ പർച്ചേസിങ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കൂട്ടോ ഞാൻ എന്താ ഇവിടെ തന്നെയാണോന്ന്. അങ്ങനെയല്ല കേട്ടോ. ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രെൻഡ്സിൽ വന്ന കേട്ടോ. അപ്പോൾ ട്രെൻഡ്സിൽ കയറി ഓരോന്ന് നോക്കിയപ്പം അങ്ങനെ ഇവനും ഒരു ഷർട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. പീക്കിരി പിള്ളേരുടെ ഷർട്ട് ഇട്ട് വന്നേക്കും കേട്ടോ. അതാണെങ്കിൽ കറക്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് മേടിക്കാമല്ലോ എന്നോർത്ത് സ്വീറ്റ്സ് മേടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ലൈം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്കാട്ടോ വന്നത്. വീട്ടിൽ വന്ന് പെട്ടി പാക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇരുത്തം കാണാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി. പേടിച്ച് വിറച്ചിരിക്കുന്ന പോലെ കേട്ടോ ഇരിക്കുന്നത്. പോകണമെന്ന് തീരെ ആഗ്രഹമില്ലായിരുന്നു. ഇതാട്ടോ അവിടുത്തെ ഡോളർ വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ക്യാഷ് ചേഞ്ച് ആക്കിയിട്ട് അതെല്ലാം ബാഗിലേക്ക് കാര്യങ്ങൾ എടുത്തു വെച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് ഇതേ പെരുമ്പാവൂർ റൂട്ടാട്ടോ വരുന്നത്. കാരണം നമ്മുടെ വീട് കുത്താട്ടൂളായതുകൊണ്ട് അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഇതാട്ടോ ഏറ്റവും നല്ല എളുപ്പ വഴി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മളിതേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട നല്ലൊരു വ്യൂ ആട്ടോ ഇത്. ഡൊമസ്റ്റിക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ടെർമിനൽ 1 ആയിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ പെട്ടിയുടെ വെയിറ്റ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഈ യാത്ര പറച്ചിലെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറച്ചിലായി കരച്ചിലായി. എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ സങ്കടം അവക്കായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ മാറി നിന്നിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ആളങ്ങ് കയറി കേട്ടോ. നല്ല രീതിക്ക് സങ്കടമുണ്ടെന്ന് ആ ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വെച്ചു കേട്ടോ. പോരുന്ന വഴി അവൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. കാരണം ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പോകുന്ന വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയ ഓരോ തമാശയൊക്കെ പറഞ്ഞെങ്കിൽ പോകാൻ നേരത്തെ എനിക്ക് നല്ല സങ്കടം തോന്നിട്ടോ. നമ്മളെന്തോ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോരില്ലേ, അതുപോലത്തെ ഒരു ഫീലാട്ടോ എനിക്ക് വന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.